അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം, സീറത്തു നബവിയ്യ, ആ ഒരു വിഷയത്തിൻ്റെ തുടർച്ചയെന്നോണം 85-ാമത്തെ ഒരു ഭാഗത്ത് ഇപ്പോൾ നമ്മൾ അവസാനം സംസാരിച്ചു കൊണ്ടിരുന്നത് മദീന എന്നുള്ള രാഷ്ട്രത്തിൻ്റെ അഭ്യന്തര മേഖലയിൽ ഭീഷണി സൃഷ്ടിച്ച ഒരു പ്രധാന ഗോത്രം, രണ്ടാമത്തെ ജൂതഗോത്രം ബനൂ നദീർ, അവർക്കെതിരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായിട്ടുള്ള നടപടി സ്വീകരിച്ചതും അവരെ പുറത്താക്കിയത്, അതുമായിട്ട് ബന്ധപ്പെട്ട സൂറത്തുൽ ഹശറിൻ്റെ വിശദീകരണം അടക്കം കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ വിവരിക്കുകയുണ്ടായി. ഇനി അടുത്ത സംഭവത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ആ ബനൂ നദീറുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ, അതിനെ തുടർന്നുണ്ടായ ഒരു സംഭവം സൂചിപ്പിച്ചതിന് ശേഷം ആ ഒരു ചരിത്രത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. അതെന്താണെന്ന് വെച്ചാൽ, അതറിയണമെങ്കിൽ നമ്മൾ ഒരല്പം റിവൈൻഡ് ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മദീനയിലേക്കെല്ലാം ഹിജറ ചെയ്തെത്തുന്നതിനെല്ലാം മുമ്പ് ആ ജാഹിലിയ കാലത്ത് മദീനയിൽ വിചിത്രമായിട്ടുള്ളൊരു ആചാരം അവർക്കുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ, മദീനയിലുണ്ടായിരുന്ന ഏതെങ്കിലും സ്ത്രീകൾക്ക് അവർക്ക് കുഞ്ഞുണ്ടാകുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ കുഞ്ഞുണ്ടായിട്ട് അത് തുടരെ മിസ്കാരേജ് അല്ലെങ്കിൽ അബോർട്ടായിട്ട് നഷ്ടപ്പെടുകയാണെങ്കിൽ അവർ അള്ളാഹിനോട് ശപഥം ചെയ്യും, ഓ അല്ലാ, എനിക്കൊരു ആൺകുട്ടിയെ, ഒരു ആൺ സന്താനത്തെ നീ നൽകുകയാണെങ്കിൽ ഞാൻ അവനെ ജൂതനാക്കുമെന്ന് അവർ ആ രൂപത്തിലൊരു വിചിത്രമായിട്ടുള്ള ശപഥം ചെയ്യുന്നൊരു പരിപാടി അവർക്കുണ്ടായിരുന്നു. കാരണം മദീന നിവാസികൾ ജൂതന്മാരെ ഒരല്പം ഉയർന്ന ഒരു സുപ്പീരിയർ ആയിട്ടാണ് അവിടെയുള്ള ആളുകൾ കണ്ടിരുന്നത്. കാരണം അവർ വിഗ്രഹാരാധകരല്ല, അവർ അഹ്ലു കിതാബാണ്, വേദക്കാരാണ്, എഴുതാനും വായിക്കാനും അറിയുന്ന വിവരമുള്ള ആളുകളാണ്. അപ്പോൾ ജൂതന്മാരൊരു ഉയർന്ന കൾച്ചറായിട്ടാണ് അവിടെയുള്ള ആളുകൾ കണ്ടിരുന്നത്. അപ്പോൾ ആ രൂപത്തിൽ അവിടെ ഉണ്ടായിരുന്ന പല അൻസാരി കുട്ടികളും, അതായത് അൻസാറുകളായിട്ടുള്ള സ്ത്രീകൾക്കുണ്ടായ അവരുടെ ചില സന്താനങ്ങൾ, പ്രായപൂർത്തിയായ സന്താനങ്ങൾ ആ ജൂതഗോത്രങ്ങളിൽ അവർ ജൂതരായിട്ട് അവിടെ വളരുന്നുണ്ടായിരുന്നു. അങ്ങനെ ബനൂ നദീർ പുറത്തായ സമയത്ത് അവരുടെ ആ മുസ്ലിങ്ങളായിട്ടുള്ള മാതാപിതാക്കൾ അവിടെയുള്ള അവരുടെ ആ സന്താനങ്ങൾ എന്ന് പറയുമ്പോൾ പ്രായപൂർത്തിയായ പക്വതയില്ല, അവർ സ്വതന്ത്രമായിട്ട് തീരുമാനമെല്ലാം എടുക്കാൻ മാത്രം പ്രായമുള്ള കുട്ടികളാണ്. അപ്പോൾ അവരെല്ലാം ഈ മാതാപിതാക്കൾ നിർബന്ധിച്ചു, നിങ്ങൾ ആ ജൂതമതം ഉപേക്ഷിച്ച് നിങ്ങൾ ഇസ്ലാമിലേക്ക് വരണം. ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ, കാരണം അവർക്ക് അവിടെ മുസ്ലിമായിട്ട് മദീനയിൽ തന്നെ തുടരാൻ കഴിയും. അങ്ങനെ അവർ നിർബന്ധിച്ചു. ഈ ഒരു സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 256-ാമത്തെ ആയത്ത് അവതരിപ്പിക്കുന്നത്. ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലം അതാണ്, നമുക്കെല്ലാം സുപരിചിതമായിട്ടുള്ള ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ യാതൊരു നിർബന്ധവുമില്ല, ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്, ആ സന്മാർഗം ദുർമാർഗത്തിൽ നിന്നും വളരെ വ്യക്തമായിട്ട് ഇരുട്ടും വെളിച്ചവും പോലെ, മദ്യവും പാലും പോലെ അത് വേർതിരിഞ്ഞ് കിടക്കുകയാണ്. അത് ഇഷ്ടമുള്ള ആളുകൾ സ്വീകരിച്ചാൽ മതി. മറ്റൊരു സ്ഥലത്ത് പറഞ്ഞതുപോലെ, വഖുലിൽ ഹഖ്ഖു മിർ റബ്ബിക്കും ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ, സത്യം അല്ലാഹുവിൻ്റെ അടുത്ത് നിന്നുള്ളതാണ്, അത് വേണ്ട ആളുകൾക്ക് സ്വീകരിക്കാം, അല്ലാത്തവർക്ക് അത് തിരസ്കരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സുബ്ഹാനല്ലാഹ് ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ആയത്തിൻ്റെ പ്ലേസ്മെൻറ്റ് നോക്കുക. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള, ഏറ്റവും മഅ്ലമായിട്ടുള്ള ആയത്തുൽ കുർസി. ആയത്തുൽ കുർസിന് ശേഷം ഉടനെ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യം പറയുന്നത്. ആയത്തുൽ കുർസിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തൗഹീദ് മനോഹരമായിട്ട് എന്തുകൊണ്ട് അള്ളാഹിനെ ആരാധിക്കണം, അള്ളാഹിൻ്റെ ഗുണവിശേഷണങ്ങളെല്ലാം വിവരിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിലൊക്കെ ആണെങ്കിലും അത് അപ് ടു യു, അത് നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ അത് നിരാകരിക്കാം എന്നുള്ളതാണ്. പല സമയത്തും ഇസ്ലാം വിമർശകരായിട്ടുള്ള ആളുകൾ ഇസ്ലാമിനെ അല്ലെങ്കിൽ ഖുർആനെ സംബന്ധിച്ചുള്ള അജ്ഞത കാരണം ആ രൂപത്തിൽ ഒരു അടിസ്ഥാനമില്ലാത്ത അവിവേകമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട്. ഖുർആൻ മതം അടിച്ചേൽപ്പിച്ച് അല്ലെങ്കിൽ നിർബന്ധ മതപരിവർത്തനം എന്നെല്ലാം ഇസ്ലാമിനെതിരെ ആരോപിക്കാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇക്കാര്യം മനോഹരമായിട്ട് മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്. പ്രത്യേകമായിട്ട് ആയത്ത് നോട്ട് ചെയ്യുക. സൂറത്ത് യൂനിസിൻ്റെ 99-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വലൗ ശാഅ റബ്ബുക ലആമന മൻ ഫിൽ അർളി കുല്ലുഹും ജമീഅ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഭൂമിയിലുള്ള മുഴുവൻ ആളുകളെയും അള്ളാഹ്ക്ക് വിശ്വാസികളാക്കായിരുന്നു. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അത് സിമ്പിളാണ്. അതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അഫ അൻത തുക്രിഹുന്നാസ ഹത്താ യകൂനു മുഅ്മിനീൻ, ആ രൂപത്തിലായിരിക്കെ അവരെ വിശ്വാസികളാക്കാൻ വേണ്ടി നിങ്ങൾ നിർബന്ധിക്കുകയാണോ, അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഭൂമിയിലുള്ള മുഴുവൻ ആളുകളെയും ഒന്നിച്ച് വിശ്വാസികളാക്കായിരുന്നു. പക്ഷേ അതല്ല സൃഷ്ടിപ്പിൻ്റെ ഉദ്ദേശം. അത്തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുസരിക്കാൻ മാത്രം അറിയാവുന്ന മറ്റൊരു വിഭാഗം സൃഷ്ടികളെ നേരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുണ്ട്, മലക്കുകൾ. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ, സൂറത്തു തഹ്രീം. അവർ അള്ളാഹിനെ അനുസരിക്കാൻ മാത്രം, അള്ളാഹ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കാൻ മാത്രം അറിയാവുന്ന സൃഷ്ടികളാണ് മലക്കുകൾ.
പക്ഷേ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ ആ രൂപത്തിലല്ല സൃഷ്ടിച്ചത്. അവന് അനുസരിക്കാനും അനുസരിക്കാതിരിക്കാനും വിശ്വസിക്കാതിരിക്കാനുള്ള ആ സമ്പൂർണ്ണമായിട്ടുള്ള ആ സ്വാതന്ത്ര്യം നൽകിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്. ആ രൂപത്തിലാണെങ്കിൽ പിന്നീട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ സത്യം അവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ ദൗത്യം. അവർ സ്വീകരിച്ചോ ഇല്ലേ എന്നുള്ളത് അത് നിങ്ങളുടെ ബാധ്യതയല്ല. ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈത്തിർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അവരെ നിങ്ങൾ ഉത്ബോധിപ്പിക്കുക, അവരുടെ മീതെ നിങ്ങൾ അധികാരം ചെലുത്തേണ്ടതില്ല. അവർ ആ ഹിദായത്ത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. അപ്പോൾ ഇതാണ് ആ ബനൂ നദീറിനെ പുറത്താക്കിയതിനെ തുടർന്നുണ്ടായ സംഭവം, അല്ലെങ്കിൽ ആ ഒരു ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലം. ഇനി നമ്മൾ സീറയിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. അപ്പോൾ സീറ നമ്മളൊരു കൃത്യം 1 വർഷം പിറകോട്ട് റിവൈൻഡ് ചെയ്യുകയാണെങ്കിൽ ഓർക്കുന്നുണ്ടാകും, ഉഹുദ് യുദ്ധത്തിൻ്റെ അവസാനം ഉഹുദിൻ്റെ രണാങ്കണത്തിൽ വെച്ച് അബൂ സുഫിയാനും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും അവർ തമ്മിലുണ്ടായ ഒരു സംഭാഷണം. അബൂ സുഫിയാൻ ഉലു ഹുബൽ വിജയിക്കട്ടെ, അല്ലെങ്കിൽ ലനൽ ഉസ്സ വല ഉസ്സാലക്കും, ആ രൂപത്തിലുള്ള സംഭാഷണങ്ങൾ അവർ തമ്മിൽ അരങ്ങേറുന്നുണ്ട്. അവസാനം അബൂ സുഫിയാൻ പറയുന്നുണ്ട്, അടുത്ത വർഷം ബദറിൽ വെച്ച് വീണ്ടും നമ്മൾ കണ്ടുമുട്ടും. ആ ഒരു വെല്ലുവിളി മുഴക്കിക്കൊണ്ടാണ് അബൂ സുഫിയാൻ ആ യുദ്ധക്കളം വിട്ടത്. അങ്ങനെ ഉഹുദ് കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ട് കൃത്യം 1 വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ, അതായത് 11 മാസം പിന്നിട്ട് ശഅബാൻ മാസം 11 ആയ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സുഫിയാനെ പ്രതീക്ഷിച്ച് മദീനയിൽ നിന്നും 1000 അല്ലെങ്കിൽ 1500ഓളം വരുന്ന ഒരു സംഘമായിട്ട് റസൂലുള്ളാഹി പുറപ്പെടുകയാണ്. കാരണം അബൂ സുഫിയാൻ ആ രൂപത്തിൽ വെല്ലുവിളി മുഴക്കിയ സ്ഥിതിക്ക് തീർച്ചയായിട്ടും അയാൾ വരും. അപ്പോൾ മുസ്ലിങ്ങൾ ഭീരുക്കളല്ല, ഞങ്ങൾ ഈ ഒരു അവസ്ഥയിലും തളർന്നിട്ടില്ലെന്ന് അവരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു സൈന്യമായിട്ട് റസൂലുള്ളാഹി പുറപ്പെടാനും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് പതാക നൽകി മദീനയുടെ ചുമതല അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിനെയും ഏൽപ്പിച്ചു. അങ്ങനെ റസൂലുള്ളാഹിയും സംഘവും അവർ ദീർഘദൂരം യാത്ര ചെയ്ത് അബൂ സുഫിയാനെയും പ്രതീക്ഷിച്ച് അവർ ബദറിലെത്തുകയാണ്. അങ്ങനെ മുസ്ലിം സൈന്യം ഒന്നടങ്കം ആ ബദറിൽ തമ്പെയ്തു. അപ്പോൾ ഈ ഒരു നടക്കാനിരിക്കുന്ന യുദ്ധം അത് ബദർ പാർട്ട് 2 ആണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഗസ്വത്തു ബദറിൽ കുബ്ര. അതാണ് നമ്മളെല്ലാം ബദർ എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പക്ഷേ ഇവിടെ അരങ്ങേറാൻ പോകുന്ന ഈ ബദറിന് ചരിത്രകാരന്മാർ അതിനെ വിശേഷിപ്പിക്കുന്നത് ഗസ്വത്തു ബദറിൽ ആഖിർ, അതായത് ബദറിൽ അവസാനമായിട്ട് അരങ്ങേറാൻ പോകുന്ന, അല്ലെങ്കിൽ മറ്റൊരു പേര് ഗസ്വത്തു ബദറിൽ മൗഇദ് എന്ന് വെച്ചാൽ അപ്പോയിൻമെൻറ്റ്, അതായത് ആ ഒരു പേരും ഈ ഒരു യുദ്ധത്തിന് നൽകിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എത്തി. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അബൂ സുഫിയാൻ ആ വാക്ക് തെറ്റിച്ചില്ല. അബൂ സുഫിയാൻ മക്കയിൽ നിന്നും വലിയൊരു സൈന്യമായിട്ട് 2000ഓളം വരുന്ന ആ സൈന്യമായിട്ട്, അതിൽ 50ഓളം അശ്വഭടന്മാരെല്ലാം ഉൾക്കൊള്ളുന്ന ആ സൈന്യമായിട്ട് മക്കയിൽ നിന്നും അബൂ സുഫിയാനും പുറപ്പെടുകയാണ്. അങ്ങനെ അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിലുള്ള ആ സൈന്യം അവർ മക്കയിൽ നിന്ന് യാത്ര ചെയ്ത് ഒരല്പ ദൂരം പിന്നിട്ട് മജന്ന എന്നുള്ള സ്ഥലത്തെത്തിയ സമയത്ത് ആ സൈന്യം ഒന്നടങ്കം അവിടെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അവർ തമ്പടിക്കുകയാണ്. ആ സമയത്ത് അബൂ സുഫിയാൻ ആകെ കൺഫ്യൂഷനിലാണ്. അയാൾക്ക് ആ യുദ്ധത്തിൽ വലിയൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം നേരത്തെ ഉഹുദിന് വേണ്ടി വലിയ സമ്പത്തെല്ലാം സ്വരൂപിച്ച് പോയി, അവസാനം ഉഹുദ് കൊണ്ട് സാമ്പത്തികമായിട്ടൊരു നേട്ടം ഉണ്ടായിട്ടില്ല. അത് മാത്രമല്ല, ഉഹുദിൽ മുസ്ലിങ്ങൾക്ക് എതിരെ ഒരു ആധിപത്യം വരാനുള്ള കാരണം മുസ്ലിങ്ങളുടെ അടുത്ത് വന്ന അവരെ ഒരു മിസ്റ്റേക്ക് കാരണമാണ്. അതല്ലെങ്കിൽ ഒരിക്കലും മുസ്ലിങ്ങളെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യമെല്ലാം അബൂ സുഫിയാൻ ഉണ്ടായിരുന്നു. അപ്പോൾ കാര്യങ്ങളെല്ലാം അയാൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവസാനം അയാൾ ഇസ്ലാമിലേക്ക് വരുന്നത്. ആ രൂപത്തിലെല്ലാം ചിന്തിച്ച് ഭയന്ന് ആത്മവീര്യം ചോർന്ന അബൂ സുഫിയാൻ ആ ഒരു പോയിന്റിൽ വെച്ച് അവിടെയുള്ള അണികളെ മുഴുവൻ അഭിമുഖീകരിച്ചുകൊണ്ട് അയാൾ തന്ത്രപരമായിട്ട് പറഞ്ഞു, ഖുറൈശികളെ, ഈ വർഷം നമുക്ക് അത്ര നല്ലതല്ല. കാരണം ഈ വർഷം ഒരു വലിയൊരു വരൾച്ച അല്ലെങ്കിൽ ഒരു ക്ഷാമം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ യുദ്ധം എന്നുള്ളത് വലിയ എക്സ്പെൻസീവാണ്, ഒരുപാട് ചിലവുള്ളതാണ്. അപ്പോൾ എങ്ങാനും നമ്മൾ ഈ യുദ്ധത്തിൽ പരാജയപ്പെടുകയാണെങ്കിൽ സാമ്പത്തികമായിട്ട് എല്ലാ അർത്ഥത്തിലും നമ്മൾ സഹിക്കേണ്ടി വരും. അതുമാത്രമല്ല, അതിൻ്റെ പുറമെ ആ ക്ഷാമം കൂടെ വന്നാൽ നമുക്കത് താങ്ങാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് ഞാൻ മക്കയിലേക്ക് തന്നെ മടങ്ങാണ്. യുദ്ധത്തിന് എനിക്കൊരു താല്പര്യമില്ല. നിങ്ങൾക്കും എൻ്റെ കൂടെ വേണമെങ്കിൽ വരാം. ആ രൂപത്തിൽ ആ നേതാവ് അവിടെ വെച്ച് സംസാരിക്കുകയാണ്. അത് കേട്ട സമയത്ത് അണികളും ഭൂരിപക്ഷ ആളുകൾക്കും അതന്നായിരുന്നു താല്പര്യം. അങ്ങനെ അവസാനം ഖുറൈശികൾ ആ ഒരു പോയിന്റിൽ വെച്ച് അബൂ സുഫിയാനും സംഘവും അവിടെ നിന്ന് അവർ മക്കയിലേക്ക് തന്നെ മടങ്ങിപ്പോവാണ്. അതേസമയം മറുവശത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും അവർ ബദറിലെത്തി അബൂ സുഫിയാനെയും കാത്ത് 8ഓളം ദിവസം റസൂലുള്ളാഹി അവിടെ തമ്പെയ്തു. അങ്ങനെ 8 ദിവസവും കാത്ത് അബൂ സുഫിയാൻ്റെ പൊടി പോലും കണ്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധമില്ലാതെ തന്നെ വിജയികളായിട്ട് മുസ്ലിങ്ങൾ അവിടെ നിന്നും മദീനയിലേക്ക് തിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അത് മുസ്ലിങ്ങൾക്ക് വലിയ പോസിറ്റീവാണ്. ഉഹുദിൽ അവർക്കേറ്റ തിരിച്ചടിക്ക് ശേഷം വിജയികളായിക്കൊണ്ട് മുസ്ലിങ്ങൾ വീണ്ടും മദീനയിലേക്ക് തന്നെ തിരിക്കുകയാണ്. അതാണ് ആ 2ാം ബദർ, ഗസ്വത്തു ബദർ അൽ ആഖിർ എന്നുള്ള പേരിൽ അരങ്ങേറുന്നത്. അവിടെ യുദ്ധമൊന്നും ഉണ്ടാകുന്നില്ല, ഈ ഒരു സംഭവം അവിടെ കടന്നു വരുന്നുണ്ട്.
പിന്നീട് ഏകദേശം അതേ സമയത്ത് തന്നെ റസൂലുള്ളാഹിക്ക് ഡീൽ ചെയ്യേണ്ടി വന്ന മറ്റൊരു പ്രശ്നം ആ ഗത്ഫാൻ ഗോത്രത്തിൽ നിന്നാണ്. ആ ഗത്ഫാൻ ഗോത്രത്തിൻ്റെ പേര് പലതവണയായിട്ട് നമ്മൾ കേൾക്കുന്നു. വലിയ ഗോത്രമാണ്. നേരത്തെ ബനൂ നദീറിനെ പുറത്താക്കിയ സമയത്തും അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ, മുനാഫിക്കുകളുടെ നേതാവ് അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ സഹായ വാഗ്ദാനമായിട്ട് വന്ന സമയത്തെല്ലാം അയാളും പറയുന്നുണ്ട് ഗത്ഫാനിലെ 2000-ഓളം ആളുകൾ നമ്മളെ യുദ്ധത്തിന് തയ്യാറായിട്ട് നിൽക്കുന്നുണ്ടെന്നെല്ലാം അയാൾ പറയുന്നുണ്ട്. അപ്പോൾ വളരെ കാലമായിട്ട് അവർ അതിനു വേണ്ടി മദീനയെ ആക്രമിക്കാൻ വേണ്ടി അവർ പല രൂപത്തിൽ അവർ രഹസ്യമായിട്ട് തയ്യാറെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വിവരം റസൂലുള്ളാഹിക്ക് ലഭിച്ച സമയത്ത് ആ ഗത്ഫാൻ ഗോത്രത്തിൻ്റെ 2 പ്രധാനപ്പെട്ട സഖ്യഗോത്രങ്ങൾ ബനു മുഹാരിബ് അതേപോലെ തന്നെ ബനു സഅലബ, ഈ 2 ഗോത്രങ്ങൾ അവരവിടെ സൈന്യത്തെ എല്ലാം ട്രെയിൻ ചെയ്യുന്ന വിവരം റസൂലുള്ളാഹിക്ക് ലഭിച്ച സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 700-ഓളം ആളുകൾ, അതേസമയം ചില റിപ്പോർട്ടുകളിൽ 400 കാണാൻ സാധിക്കും. ഏതായിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു സൈന്യമായിട്ട് മദീനയുടെ ആ വടക്ക് ഭാഗത്തേക്ക് ഈ ഗോത്രങ്ങളെ ലക്ഷ്യമാക്കി പുറപ്പെടുകയാണ്. ഈ ഒരു സംഭവം സീറയിൽ അറിയപ്പെടുന്നത് ഗസ്വത്തു ദാത്തു റിഖാ എന്നുള്ള പേരിലാണ്. എന്താണ് ആ പദം? റിഖാ എന്നുള്ള പദം, അതിലേക്ക് പിന്നീട് വരും. അതിനു മുമ്പ് മറ്റൊരു കാര്യം പറയേണ്ടത്, ഈ ഒരു സംഭവം സീറയിൽ ഏത് പോയിന്റിലാണ് അരങ്ങേറുന്നത്, അതിൻ്റെ ഡേറ്റിനെ ചൊല്ലി സീറ അല്ലെങ്കിൽ ഹദീസ് പണ്ഡിതന്മാർക്കിടയിൽ ഇഖ്തിലാഫ്, അഭിപ്രായ വ്യത്യാസം കാണാൻ സാധിക്കും. ഇമാം ബുഖാരിയും അതേപോലെ തന്നെ അതിൻ്റെ വ്യാഖ്യാതാവായിട്ടുള്ള ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അവരെല്ലാം അത് ഖൈബർ യുദ്ധത്തിന് ശേഷം എന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത്. അതേസമയം പ്രധാനപ്പെട്ട സീറ ഗ്രന്ഥകാരന്മാർ സീറത്ത് ഇബ്നു ഇസ്ഹാഖിൽ ഇബ്നു ഹിഷാമിലെല്ലാം അവർ ബനൂ നദീറിന് ശേഷം എന്നാണ് അവർ ആ സംഭവത്തെ സംബന്ധിച്ച് പറയുന്നത്. അതല്ലാതെ തന്നെ വാഖിദിയെപ്പോലെ അല്ലെങ്കിൽ ഇബ്നു സഅദിനെ പോലെയുള്ള ചരിത്രകാരന്മാർ അത് ഖന്തക്ക് യുദ്ധത്തിന് ശേഷം എന്നാണ് അവരുടെ അഭിപ്രായം. അപ്പോൾ ഓരോ ആളുകളും അതിനാസ്പദമായിട്ടുള്ള തെളിവുകൾ, പ്രധാനമായിട്ട് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു അതിൽ പങ്കെടുത്ത്, അല്ലെങ്കിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അതിൽ പങ്കെടുത്തതും സ്വലാത്തുൽ ഖൗഫായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട് അവർ വിശദീകരിക്കുന്നുണ്ട്. ആ ചർച്ചയിലും മറ്റും പ്രസക്തി ഇല്ലെന്ന് തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ അതിലേക്ക് നമ്മൾ പോകുന്നില്ല. ഏതായിരുന്നാലും ഈ സംഭവം 100% ആധികാരികമാണ്, മുത്തഫഖുൻ അലൈഹി ആയിട്ട് ഉദ്ധരിച്ച സംഭവമാണ്. അപ്പോൾ ഈ ഒരു സംഭവം ദാത്തു റിഖാ എന്നുള്ള പേരിലാണ്. റിഖാ എന്ന് വെച്ചാൽ ഭാഷയിൽ ശീലക്കഷ്ണങ്ങൾ അല്ലെങ്കിൽ തുണിക്കഷ്ണങ്ങൾ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ആ ഒരു പേരിൽ അത് അറിയപ്പെടാനുള്ള കാരണം ഇബ്നു ഹിശാം അദ്ദേഹം വിവരിക്കുന്നത്, അവർ ആ യുദ്ധത്തിന് വേണ്ടി പിടിച്ച കൊടികളെല്ലാം നിരവധി തുണികളുടെ പീസ് വെച്ച് അവർ തുന്നിച്ചേർത്തതായിരുന്നു. ആ രൂപത്തിലാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അതല്ലാതെ നിരവധി കാരണങ്ങളുണ്ട്. അതേപോലെ തന്നെ പ്രധാനമായിട്ട് ആ വിഷയത്തിൽ സ്വഹീൽ ബുഖാരിയിലും അതേപോലെ തന്നെ മുസ്ലിമിലെല്ലാം കടന്നു വരുന്ന അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അദ്ദേഹം പറയുന്ന കാരണം, ആ യുദ്ധത്തിന് വേണ്ടി ഞങ്ങൾ പോകുന്ന സമയത്ത് ഞങ്ങൾ 6 ആളുകൾക്ക് ഒരൊട്ടകം മാത്രമാണ് ഉണ്ടായിരുന്നത്. 6 ആളുകൾ ഷെയർ ചെയ്യാണ്. ഒരാൾ അല്പം യാത്ര ചെയ്യും, മറ്റുള്ള ആളുകൾ നടക്കും. ആ രൂപത്തിലാണ് ഞങ്ങൾ ആ യുദ്ധത്തിന് വേണ്ടി പോയത്. അപ്പോൾ കൂടുതൽ സമയം ഞങ്ങൾ നടക്കുകയായിരുന്നു. അങ്ങനെ നടന്ന് ഞങ്ങളുടെ പല ആളുകളുടെയും കാലുകളെല്ലാം വിണ്ട് കീറി. അങ്ങനെ വിണ്ട് കീറിയ സമയത്ത് ഞങ്ങളെല്ലാം കാലിൽ ആ ശീലക്കഷ്ണങ്ങൾ വെച്ച് കാലിൽ ചുറ്റിയിട്ടാണ് പിന്നീട് ഞങ്ങൾ നടന്നത്. അപ്പം മുഴുവൻ ആളുകളുടെയും കാലിൽ ആ ഒരു ബാൻഡേജ്, ആ ഒരു ശീലക്കഷ്ണം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഫസുമ്മിയത്ത് ഗസ്വത്തു ദാത്തു റിഖ, അത് കാരണം ആ യുദ്ധം ആ ഒരു പേരിൽ അറിയപ്പെട്ടെന്നാണ് അദ്ദേഹം ആ ഹദീസിൽ പറയുന്നത്. റസൂലുള്ളാഹിയും സംഘവും ഈ രൂപത്തിലെല്ലാം യാത്ര ചെയ്ത് അവസാനം അവർ ആ ഗത്ഫാൻ്റെ സഖ്യഗോത്രങ്ങളുടെ പ്രവിശ്യയിലെത്തുകയാണ്. അപ്പം അവർ അവിടെ എത്തിയ സമയത്ത് അവർ കാണുന്ന കാഴ്ച, ഈ ഗോത്രങ്ങൾ അവരുടെ ആ സൈന്യത്തിന് വേണ്ട ട്രെയിനിങ് എല്ലാം നൽകിക്കൊണ്ടിരിക്കുകയാണ് മദീനയെ ആക്രമിക്കാൻ വേണ്ടി. അപ്രതീക്ഷിതമായിട്ടുള്ള മുസ്ലിം സൈന്യത്തിൻ്റെ ആ വരവ് അവർ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സൈന്യത്തെ കണ്ട ഉടനെ അവർ വ്യത്യസ്ത ഭാഗത്തേക്കായിട്ട് ഓടിമറിയാണ്, അവർ ഓടി ഒളിക്കുകയാണ്. അതോടുകൂടെ ആ സംഭവം കഴിഞ്ഞ് അവിടെ യുദ്ധമൊന്നും ഉണ്ടാകുന്നില്ല. പക്ഷേ ഈ ഒരു സംഭവം ഞാൻ പ്രത്യേകമായിട്ട് പറയാനുള്ള കാരണം, അപ്പോൾ പല ഗസുബകൾ അല്ലെങ്കിൽ പല സെരിയകളും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതെല്ലാം ബ്ലാങ്കാണ്, അതിൽ യുദ്ധം ഒന്നും അരങ്ങേറുന്നില്ല. പക്ഷേ ആ സംഭവമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട മറ്റ് ചില സംഭവങ്ങൾ അരങ്ങേറുന്നുണ്ടാകും. അതിൽ നമുക്ക് നിരവധി പാഠങ്ങളുണ്ടാകും. മറ്റൊരു കണക്കിന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പലതും അരങ്ങേറുന്നത് ആ ഒരു സംഭവത്തേക്കാൾ അതിനിടയിൽ നടക്കുന്ന ചില പാഠങ്ങൾ നമുക്ക് നൽകാൻ വേണ്ടിയാകും. ആ രൂപത്തിലാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ ദാത്തു റിഖായിൽ പ്രധാനപ്പെട്ട 3 സംഭവങ്ങൾ അരങ്ങേറുന്നുണ്ട്. ആ സംഭവങ്ങൾ അതിമനോഹരമാണ്. അതിൽ ഈ ഒരു എപ്പിസോഡ് മുഴുവൻ നമ്മൾ അതിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ സംഭവം ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു, ബുഖാരിയിലും മുസ്ലിമിലെല്ലാം ഒരുപോലെ ഈ ഒരു സംഭവം കാണാൻ സാധിക്കും. അദ്ദേഹം പറയാണ്, ഞങ്ങൾ ആ ദാത്തു റിഖായിന് വേണ്ടിയുള്ള യാത്രയിൽ, ആ യാത്രയുടെ ക്ഷീണം മാറ്റാൻ വേണ്ടി യാത്രക്കിടയിൽ ഒരു താഴ്വരയിൽ, മുൾവൃക്ഷങ്ങളെല്ലാം ധാരാളമുള്ള ഒരു താഴ്വരയിൽ ഞങ്ങൾ വിശ്രമിക്കാൻ വേണ്ടി നിർത്തി. അപ്പോൾ നിർത്തിയ സമയത്ത് ഞങ്ങളെല്ലാം ആ മരത്തിൻ്റെ ആ തണലുകൾ തേടി വ്യത്യസ്ത ഭാഗത്തേക്കായിട്ട് തിരിഞ്ഞു റെസ്റ്റ് എടുക്കാൻ വേണ്ടി. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിൻ്റെ താഴെ റസൂലുള്ളയും വിശ്രമിച്ചു. ഫഅല്ലഖ ബിഹാ സൈഫുഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ആ വാള് ആ മരത്തിൽ അവിടെ തൂക്കിയിട്ടു. പിന്നീട് ആ മരത്തിന് കീഴെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാൻ വേണ്ടി കിടക്കുകയാണ്. അങ്ങനെ ആ ക്ഷീണം കാരണം, യാത്രയുടെ ആ ക്ഷീണം കാരണം മുഴുവൻ ആളുകളും ഉറക്കിലേക്ക് വഴുതി വീണ് അല്ലെങ്കിൽ ഗാഠനിദ്രയിലേക്ക് പ്രവേശിച്ചു. ആ സമയത്ത് തക്കം നോക്കി നേരത്തെ പറഞ്ഞ ആ ഗോത്രത്തിലുള്ള ഒരാൾ, അയാളുടെ പേര് ഖൗറസ് ഇബ്നു ഹാരിസ്. ആ ഖൗറസ് ഇബ്നു ഹാരിസ് അയാൾ മെല്ലെ ആ മുസ്ലിങ്ങളുടെ ആ സ്ഥലത്തേക്ക്, ആ ക്യാമ്പിലേക്ക് കയറി മുഴുവൻ ആളുകളെയും മറികടന്ന് അവസാനം ആ മരത്തിന് താഴെ ഉറങ്ങുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി ഉറക്കിലാണ്. അയാൾ നോക്കിയ സമയത്ത് അവിടെ റസൂലുള്ളാഹിൻ്റെ ആ വാൾ അവിടെ തൂങ്ങുന്നുണ്ട്. ആ മരത്തിൽ തൂക്കിയിട്ട് ആ വാൾ അയാൾ മെല്ലെ എടുത്ത് അത് ഉറയിൽ നിന്ന് ഊരാണ് റസൂലുള്ളാഹിനെ വധിക്കാൻ വേണ്ടി. അയാൾ ഊരുന്ന ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞെട്ടി എഴുന്നേൽക്കുകയാണ്, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയാണ്. അപ്പോൾ എണീറ്റ സമയത്ത് റസൂലുള്ളാഹി കാണുന്ന കാഴ്ച, മുന്നിൽ അപരിചിതനായിട്ടുള്ള ഒരാൾ വാളും പിടിച്ച് ഊരിപ്പിടിച്ച ആ വാളുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് റസൂലുള്ളാഹിനെ വധിക്കാൻ വേണ്ടി. അനുയായികൾ മുഴുവൻ നല്ല ഉറക്കിലാണ്. ഏതൊരു നേതാവും ആ സമയത്ത് അവിടെ പതറേണ്ടതാണ്. അങ്ങനെ അയാൾ ആ ഊരിപ്പിടിച്ച ആ വാളും ചൂണ്ടിക്കൊണ്ട് അയാൾ റസൂലുള്ളാഹിനോട് ചോദിച്ചു, മൻ യംനഉക മിന്നി, ഈ ഒരു സമയത്ത് താങ്കളെ രക്ഷിക്കാൻ ആരുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി കൂളായിട്ട് മറുപടി പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ രക്ഷിക്കുമെന്ന് റസൂലുള്ളാഹി മറുപടി പറയുകയാണ്. ഇപ്പോൾ ഈമാൻ നൽകുന്ന ആ നിർഭയത്വം നോക്കുക. സമാനമായിട്ട് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിലും ആ പിറകിലെ ഫിർഔന്റെ വലിയ സൈന്യം, മുന്നിൽ ആർത്തിരമ്പുന്ന ആ കടൽ, രണ്ടിനും ഇടയിൽപ്പെട്ട സമയത്ത് അനുയായികൾ ആശങ്കയോടുകൂടെ നമ്മളിതാ പിടിക്കപ്പെടാൻ പോകുന്നതെന്ന് പറഞ്ഞ ആ ഒരു അവസാനത്തെ ആ ഒരു എക്സ്ട്രീം പോയിന്റിലും മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം നൽകുന്ന മറുപടി കല്ല ഇന്ന മഇയ റബ്ബി സയഹ്ദീൻ, സൂറത്തു ഷുഅറ, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, ആ റബ്ബ് എനിക്ക് വഴി കാണിച്ചു തരുന്ന ആ ഒരു പോയിന്റിലും മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം മറുപടി പറയുന്നുണ്ട്. റസൂലുള്ളാഹിൻ്റെ സീറയിൽ നിരവധി തവണ, നേരത്തെ ഓർക്കുന്നുണ്ടാവും, ഹിജ്റയുടെ ആ സമയത്തും ആ തൗർ ഗുഹയിൽ ഇരിക്കുന്ന സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകരെ അവർ നമ്മളെ കാണുമല്ലോ എന്നുള്ള ആ ഒരു ആശങ്ക പറഞ്ഞ സമയത്ത്, ഓ അബൂബക്കർ, നമ്മൾ രണ്ടാളല്ല മൂന്നാമനായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടെ ഉണ്ടെന്ന് റസൂലുള്ളാഹി അവിടെയും മറുപടി പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വളരെ കൃത്യമായിട്ട് അചഞ്ചലമായിട്ടുള്ള ആ ഒരു വിശ്വാസം. അതുകൊണ്ടാണ് ഈ ഒരു സംഭവത്തെ വിവരിച്ച സമയത്ത് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, ഫി ഹാദിഹിൽ ഖിസ്സ ദലീലുൻ അലാ നുബുവത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് റസൂലുള്ളാഹിൻ്റെ നുബുവത്തിന്, പ്രവാചകത്വത്തിനുള്ള നിരവധി തെളിവുകളിലൊന്നാണ് ഈ ഒരു സംഭവം. കാരണം എന്താണെന്ന് വെച്ചാൽ, എങ്ങാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കളവാണ് പറഞ്ഞിരുന്നതെങ്കിൽ നഊദു ബില്ലാ, ഇത്തരത്തിലുള്ള എക്സ്ട്രീം, അപ്രതീക്ഷിതമായിട്ട് എക്സ്ട്രീം സാഹചര്യം മുന്നിൽ വരുന്ന സമയത്ത്, ആ മരണമെല്ലാം മുന്നിൽ കാണുന്ന സമയത്ത് ഏതൊരാളുടെയും മുഖം മൂടി അവിടെ അടിഞ്ഞു പോകും. അവരുടെ ആ റിയൽ വ്യക്തിത്വം അല്ലെങ്കിൽ ആ റിയൽ സ്വഭാവം ആ സമയത്ത് പുറത്തേക്ക് വരും. പക്ഷേ ഈ സാഹചര്യങ്ങളെല്ലാം റസൂലുള്ളാഹി നടത്തുന്ന പ്രതികരണം വളരെ കൃത്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടെ ഉണ്ടെന്നുള്ള ആ ഒരു വിശ്വാസം വളരെ കൃത്യമായിട്ട് വിളിച്ചോതുന്നതാണ്. അപ്പം അവിടെ ആ റസൂലുള്ളാഹി അല്ലാഹ് എന്ന് മറുപടി പറഞ്ഞ സമയത്ത് അയാളുടെ കൈ വിറച്ച അയാളുടെ കയ്യിൽ നിന്നും ആ വാള് താഴേക്ക് വീഴാണ്. മറ്റൊരു റിപ്പോർട്ടിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് അയാളുടെ ആ കയ്യിൽ നിന്ന് ആ വാള് തട്ടി മാറ്റുകയാണ്. ആ നിലത്ത് വീണ് കിടക്കുന്ന ആ വാള് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് റസൂലുള്ളാഹി അയാൾക്ക് നേരെ ചൂണ്ടി അതേ ചോദ്യം റസൂലുള്ളാഹി ആവർത്തിച്ചു, താങ്കളെ ഈ സമയത്ത് രക്ഷിക്കാൻ ആരുണ്ട്? അപ്പോൾ അയാൾക്ക് ഒരു മറുപടിയും പറയാനുണ്ടായിരുന്നില്ല. അയാൾ അവിടെ കിടന്ന് വറക്കാൻ തുടങ്ങി. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉറങ്ങിക്കിടക്കുന്ന മുഴുവൻ അനുയായികളെയും വിളിച്ചുണർത്തുകയാണ്. അപ്പോൾ അവർ ഉണർന്നു നോക്കിയ ആ സമയത്ത് കാണുന്ന കാഴ്ച, റസൂലുള്ളാഹിൻ്റെ കൂടെ ഒരു അപരിചിതനായിട്ടുള്ള ആൾ അവിടെ ഉണ്ട്. അവർക്ക് കാര്യമൊന്നും മനസ്സിലായില്ല. റസൂലുള്ളാഹി പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ ഉണ്ടായ സംഭവമെല്ലാം റസൂലുള്ളാഹി അവർക്ക് വിവരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ഭരണാധികാരിക്കെതിരെയുള്ള വധശ്രമമാണ്. അതും അവർ തേടിയിറങ്ങിയ ആ ശത്രുഗോത്രത്തിൽപ്പെട്ട ഒരാളാണ്. അയാൾക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കുക, അയാളെ വധിച്ചാലും അതിൽ ന്യായമുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ വധിക്കുന്നില്ലെന്ന് മാത്രമല്ല, അല്ലെങ്കിൽ അയാളോട് മിനിമം നിങ്ങൾ മുസ്ലിമായ ഞാൻ നിങ്ങളെ വെറുതെ വിടാം ഒന്നും റസൂലുള്ളാഹി പറഞ്ഞില്ല. അയാളെ അവിശ്വാസി ആയിക്കൊണ്ട് തന്നെ ഇനി മേലിൽ ഈ രൂപത്തിൽ ഞങ്ങളോട് യുദ്ധത്തിന് വരരുതെന്ന് പറഞ്ഞ് ആ ഒരു വാണിംഗ് നൽകി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ തിരിച്ചയക്കുകയാണ്. അയാൾ നേരെ പോയി അയാളെ അയാളെ പറഞ്ഞു വിട്ട ആളുകളോട് അയാൾ പറയുന്നുണ്ട്, ഞാൻ ഇന്ന് ഏറ്റവും നല്ലൊരു മനുഷ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടെന്നെല്ലാം റസൂലുള്ളാഹിൻ്റെ മദ്ഹ് അയാൾ ആ ശത്രുക്കളോട് പറയുന്നതായിട്ടെല്ലാം കാണാൻ സാധിക്കും. സുബ്ഹാനല്ലാഹ്. ഈ ഒരു സംഭവം ഹദീസ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ മാത്രമല്ല, പരിശുദ്ധ ഖുർആനിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഭവത്തെ പരോക്ഷമായിട്ട് റെഫർ ചെയ്യുന്നുണ്ട്. സൂറത്തുൽ മാഇദയിലെ 11-ാമത്തെ ആയത്ത് നിങ്ങൾ പരിശോധിക്കുക. അവിടെ യാ അയ്യുഹല്ലദീന ആമനു ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും, ഓ വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹം നിങ്ങൾ ഓർക്കുക. എന്താണ് അനുഗ്രഹം? ഇത് ഹമ്മ ഖൗമുൻ അൻ യബ്സുതു ഇലൈക്കും ഐദിയഹും, ഒരു വിഭാഗം ആളുകൾ നിങ്ങൾ ആക്രമിക്കാൻ വേണ്ടി അവർ കൈ നീട്ടിയ സമയത്ത് ഫകഫ ഐദിയഹും അൻകും, അല്ലാഹു സുബ്ഹാനഹു വ തആല കൈകളെ തട്ടിമാറ്റി. തഫ്സീറുകളിൽ
ഈ ഒരു സംഭവത്തെ ഈ ഒരു ആയത്തിൻ്റെ അടിയിൽ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു സംഭവം അത് റസൂലുള്ളാഹിൻ്റെ നുബുവത്തിനുള്ള തെളിവെന്ന പോലെ തന്നെ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹിൻ്റെ അപാരമായിട്ടുള്ള ധൈര്യം, ആ ഷജാ, അത് വളരെ കൃത്യമായിട്ട് ഈ സംഭവം കാണിച്ചു തരുന്നുണ്ട്. ആ വാൾമുനയിൽ നിൽക്കുന്ന സമയത്ത് റസൂലുള്ളാഹി കാണിക്കുന്ന ധൈര്യം നോക്കുക. അതേപോലെ തന്നെ റസൂലുള്ളാഹിൻ്റെ സ്വബർ, ആ ക്ഷമ, ആ ജാഹിലുകളായിട്ടുള്ള ആളുകൾക്ക് മുമ്പിലും റസൂലുള്ളാഹി കാണിക്കുന്ന ക്ഷമ, അതെല്ലാം ഈ സംഭവം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. മറ്റൊരു സൈഡ് പോയിന്റ് സൂചിപ്പിക്കേണ്ടത്, സമാനമായിട്ടുള്ളൊരു സംഭവം ചില സീറ ശ്രോതാക്കളെങ്കിലും ഓർക്കുന്നുണ്ടാകും. സീറയുടെ 67-ാമത്തെ എപ്പിസോഡിൽ ഗസ്വത്തു ദി അംറിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അവിടെയും സമാനമായിട്ടുള്ളൊരു സംഭവം ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അള്ളാഹു ആലം, ഒരുപക്ഷെ ഈ ഒരു സംഭവത്തിൻ്റെ പോയിന്റിൽ വ്യത്യാസം ഉണ്ടാകും, അതല്ലെങ്കിൽ സമാനമായിട്ടുള്ള സംഭവങ്ങൾ ആവർത്തിച്ചിരിക്കാം. അള്ളാഹു ആലം, ആ രൂപത്തിലാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ആ ഗസ്വത്തു ദാത്തുർ റിഖായിൽ നടന്ന പ്രധാനപ്പെട്ട ഒരു സംഭവം. അപ്പോൾ പകല് നട്ടുച്ചക്ക് വരെ ഈ രൂപത്തിൽ റസൂലുള്ളാഹിനെ വധിക്കാൻ വേണ്ടി ആ ഗോത്രക്കാർ രഹസ്യമായിട്ട് ആളെയെല്ലാം പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും അവർ ആ ശ്രമം തുടരും. അതുമാത്രമല്ല, ചില ആളുകൾ മുസ്ലിങ്ങളെ ആക്രമിക്കുമെന്ന് തന്നെ അവർ അവിടെ ഭീഷണിയെല്ലാം മുഴക്കിയിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യം മനസ്സിലാക്കി രാത്രിയായ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളോട് ചോദിച്ചു, ആരാണ് നമുക്ക് വേണ്ടി കാവൽ നിൽക്കുക? അപ്പം അതിന് ഉടനെ തന്നെ സന്നദ്ധത അറിയിച്ചുകൊണ്ട് രണ്ടാളുകൾ മുന്നോട്ട് വരികയാണ്. ഒന്ന് അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു, രണ്ടാമത് അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു. അതിൽ അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് നേരത്തെ പലതവണ നമ്മൾ പറഞ്ഞു, അദ്ദേഹം മുഹാജിറാണ്. അതേസമയം മറ്റേ സ്വഹാബി അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം അൻസാരിയാണ്. അൻസാറിൽ ഔസിൽ അബ്ദുൽ അഷ്ഹൽ ഗോത്രക്കാരനാണ്. അത് മാത്രമല്ല, ഈ രണ്ടാളുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയ സമയത്ത് ഈ രണ്ടാളുകളെ മുആഖ, ആ സാഹോദര്യ ബന്ധം അവർക്കിടയിൽ സ്ഥാപിച്ചിരുന്നു. അപ്പോൾ അവർ വലിയ ആത്മബന്ധമാണ്. അങ്ങനെ ഈ രണ്ടാളുകൾ അതിന് വേണ്ടി തയ്യാറാവുകയാണ്. അങ്ങനെ ആ രാത്രി ആ മലയോരത്തിൻ്റെ ആ മർമ്മഭാഗത്ത് അവർ രാത്രിയിലുടനീളം മുസ്ലിങ്ങൾക്ക് വേണ്ടി കാവൽ നിൽക്കാൻ പോവുകയാണ്. അപ്പോൾ അവർ അവിടെ എത്തി അവർ പരസ്പരം ഒരു ധാരണയിലെത്തുകയാണ്. ആ രാത്രിയിലുടനീളം കാവൽ നിൽക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ആ ഡ്യൂട്ടി അവർ ഡിവൈഡ് ചെയ്യുകയാണ്. 2 ഷിഫ്റ്റായിട്ട് അത് നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു അമ്മാർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, നിങ്ങൾക്ക് രാത്രിയുടെ ഏത് ഭാഗമാണ് നിങ്ങൾക്ക് വേണ്ടത്? അപ്പോൾ അമ്മാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് ആ രാത്രിയുടെ അവസാനത്തെ പകുതി മതി. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആദ്യ പകുതി ഉറങ്ങാൻ സാധിക്കും. അങ്ങനെ അദ്ദേഹം സമ്മതിച്ച് അങ്ങനെ അമ്മാർ റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ ഉറങ്ങാൻ വേണ്ടി കിടന്ന് അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു അത്യധികം ജാഗ്രതയോടുകൂടെ ആ ചുറ്റും ഇങ്ങനെ വീക്ഷിക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ ഒരു ആളനക്കുമില്ല, ആ രംഗം വളരെ ശാന്തമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഏതായാലും ആ സമയം പാഴാക്കുന്നില്ല. ഉടനെ തന്നെ അദ്ദേഹം നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ നമ്മൾ പോസ് ചെയ്യാണ്. ഈ സ്വഹാബിയെ സംബന്ധിച്ച്, അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹം ഇൽമിൻ്റെ കാര്യത്തിൽ റസൂലുള്ളാഹിയിൽ നിന്നും ആ പരിശുദ്ധ ഖുർആനെല്ലാം പഠിക്കാൻ അത്യധികം താല്പര്യം കാണിച്ചൊരു വ്യക്തിയായിരുന്നു. സ്വഹീഹുൽ ബുഖാരിയിൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന പ്രസിദ്ധമായിട്ടുള്ള ഒരു സംഭവമുണ്ട്. റസൂലുള്ളാഹിൻ്റെ സന്നിധിയിൽ ഒരിക്കൽ അറിവ് നേടാൻ വേണ്ടി 2 ആളുകൾ വന്നു. അതൊന്ന് അബ്ബാദ് ബിൻ ബിശ്ർ, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വഹാബി. രണ്ടാമത്തേത് ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു ആണ്. അങ്ങനെ അവർ ആ പഠനത്തിന് ശേഷം കൂരിരുട്ടുള്ള ഒരു രാത്രി അവർ വീട്ടിലേക്ക് മടങ്ങുകയാണ്. എങ്ങും ഇരുട്ടാണ്, ഒരു വെളിച്ചവുമില്ല. പെട്ടെന്ന് അവർക്ക് മുമ്പിൽ ഒരു വെളിച്ചം പ്രത്യക്ഷപ്പെടുകയാണ്. ആ വെളിച്ചം വഴികാട്ടിയായിട്ട് അവർ ആ പോകുന്ന വഴിയിലുടനീളം അവരെ ഫോളോ ചെയ്തു. അങ്ങനെ അവസാനം ഒരു പ്രത്യേക പോയിന്റിൽ എത്തിയ സമയത്ത് ഈ 2 ആളുകൾക്കും ആ വഴി പിരിയേണ്ടതുണ്ട്, 2 ഭാഗത്തേക്കായിട്ട് പോകേണ്ടതുണ്ട്. ഫലം മഫ്തറഖ സ്വാറ മഅ കുല്ലി വാഹിദിൻ മിൻഹുമാ വാഹിദുൻ ഹത്താ അതാ അഹ്ലഹു. അവിടെ വെച്ച് അവർ 2 വഴിയിലേക്കായിട്ട് തിരിഞ്ഞ സമയത്ത് ആ വെളിച്ചം 2ആയിട്ട് സ്പ്ലിറ്റ് ആവുകയാണ്. അങ്ങനെ അവർ ആ വീട്ടിൽ എത്തുന്നത് വരെ ആ വെളിച്ചം 2 ആളുകളെയും ഫോളോ ചെയ്തു എന്നുള്ള. സുബ്ഹാനല്ലാഹ്. മറ്റേ സ്വഹാബി ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, അദ്ദേഹമാണ് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത സമയത്ത് ആകാശത്ത് ചില വിളക്കുകൾ പ്രത്യക്ഷപ്പെട്ടതെല്ലാം ഈ സ്വഹാബിയായിട്ട് ബന്ധപ്പെട്ടും കാണാൻ സാധിക്കും. അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ആദരിച്ച് നൽകിയ കറാമത്തുകളാണ്. അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ റൊട്ടീന് രാത്രി സുദീർഘമായിട്ട് പരിശുദ്ധ ഖുർആൻ മനോഹരമായിട്ട് പാരായണം ചെയ്ത് നമസ്കരിക്കുന്ന ഒരു പതിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഖുർആനുമായിട്ട് വല്ലാത്തൊരു ബന്ധം. അതുകൊണ്ട് തന്നെ ഖുർആൻ്റെ മിത്രമെന്നെല്ലാം അനുയായികൾ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചതായിട്ടെല്ലാം കാണാൻ സാധിക്കും. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പള്ളിയോട് ചേർന്ന് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലായിരിക്കുന്ന സമയത്ത് രാത്രി റസൂലുള്ളാഹി തഹജ്ജുദ് നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ സമയത്ത് അപ്പുറത്ത് പള്ളിയിൽ നിന്നും മനോഹരമായിട്ടുള്ളൊരു ഖുർആൻ പാരായണം കേൾക്കുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി ഉടനെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, അത് അബ്ബാദ് ബിൻ ബിശ്റിൻ്റെ ശബ്ദമല്ലേ? ആയിഷ റളിയല്ലാഹു അൻഹു പറഞ്ഞു അതെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പാരായണം ഒരല്പനേരം ആസ്വദിച്ച് അതിന് ശേഷം റസൂലുള്ളാഹി അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ടെല്ലാം ഉദ്ധരണികളിൽ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പോസ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഇൻട്രോ ആയിട്ട് ഇതെല്ലാം സൂചിപ്പിക്കാനുള്ള കാരണം ഖുർആനുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആത്മബന്ധം അറിയാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് നമ്മൾ ചരിത്രത്തിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. അപ്പോൾ അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു അവിടെ ഉറക്കിലാണ്. അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു
ആ ഖുർആൻ പാരായണം ആസ്വദിച്ച് ആ നമസ്കാരത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ആ രാത്രിയുടെ മറവിൽ ദൂരെ ഒരാൾ പ്രത്യക്ഷപ്പെടുകയാണ്. ഇപ്പോൾ ഒരു ശത്രു അവിടെ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു, അയാൾ തക്കം പാർത്ത് അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ ആ ശത്രു അമ്പെടുത്ത് അവിടെ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹുവിന് നേരെ അമ്പ് ചെയ്തു. അപ്പോൾ നമസ്കാരത്തിൽ മുഴുകിയ ആ ഖുർആൻ പാരായണം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു ശരീരത്തിൽ നിന്നും ആ ഒരു അമ്പ് പറിച്ചിട്ട് അദ്ദേഹം ആ നമസ്കാരം, ആ പാരായണം തുടരുകയാണ്. അങ്ങനെ ശത്രു വീണ്ടും രണ്ടാമത്തെ അമ്പ് ചെയ്തു. ആ സമയത്തും അദ്ദേഹം അമ്പ് വലിച്ചൂരി ആ നമസ്കാരം തുടരുകയാണ്. മൂന്നാമത്തതും ശരീരത്തിൽ കൊണ്ട സമയത്ത് അദ്ദേഹം ഒരല്പം തളർന്ന് അദ്ദേഹം പാരായണം മതിയാക്കി ഉടനെ തന്നെ ആ റുക്കൂവിലേക്ക് സുജൂദിലേക്ക് എത്തി അടുത്ത് കിടക്കുന്ന അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹുവിനെ കൈകൊണ്ട് തട്ടി ഉണർത്തി. പെട്ടെന്ന് തന്നെ അദ്ദേഹം നമസ്കാരം പൂർത്തിയാക്കുകയാണ്. അപ്പം അമ്മാർ റളിയല്ലാഹു അൻഹു ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ സമയത്ത് അദ്ദേഹം ഞെട്ടാണ്. കാരണം സുഹൃത്ത് അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു അപശനായിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നെല്ലാം രക്തം വരുന്നുണ്ട്. അപ്പം അമ്മാർ റളിയല്ലാഹു അൻഹു അത്ഭുതത്തോട് ചോദിച്ചു, സുബ്ഹാനല്ലാഹ്, നിങ്ങൾക്ക് ആദ്യത്തെ അമ്പ് ശരീരത്തിൽ തറച്ച ഉടനെ തന്നെ എന്നെ വിളിച്ചുകൂടായിരുന്നു? അപ്പം അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു നൽകിയ മറുപടി, ഓ അമ്മാർ, ഞാനൊരു ഖുർആനിലൊരു സൂറത്ത് പാരായണം ചെയ്യായിരുന്നു. അതിൻ്റെ ആസ്വാദനത്തിൽ മുഴുകി അത് മുഴുവനാക്കാതെ അതിൽ നിന്നും പിന്തിരിയാൻ എനിക്ക് തോന്നിയില്ല. സുബ്ഹാനല്ലാഹ്, അത് സൂറത്ത് യൂസുഫ് അല്ലെങ്കിൽ സൂറത്തുൽ കഹ്ഫ്, അതിലേതോ ഒരു സൂറത്താണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വല്ലാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിൽ വീഴ്ച വരുത്തുമെന്നുള്ള ആ ഭയം എനിക്കില്ലായിരുന്നെങ്കിൽ ആ ഖുർആൻ പാരായണം മുറിക്കുന്നതിനേക്കാൾ എൻ്റെ ശരീരം ഛേദിക്കാൻ അല്ലെങ്കിൽ അതേ അവസ്ഥയിൽ മരണപ്പെടാനായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. അദ്ദേഹം നൽകിയ മറുപടിയാണ്. അപ്പോൾ സ്വന്തം ജീവൻ അപകടത്തിലാകുന്ന സമയത്ത് പോലും ഒരാൾക്ക് എങ്ങനെയാണ് ഈ രൂപത്തിൽ ഖുർആനിലേക്കും നമസ്കാരത്തിലേക്കെല്ലാം ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നത്? അതായിരിക്കും പാവങ്ങളായിട്ടുള്ള നമ്മൾ ചിന്തിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ മറ്റൊരു ലെവലാണ്. ഏറ്റവും എക്സ്ട്രീമായിട്ടുള്ള ആ ഒരു സ്റ്റാൻഡേർഡാണ് അവർക്ക് ഉണ്ടായിരുന്നത്. അവർ സ്വന്തം ജീവനേക്കാൾ ആ ഖുർആനും നമസ്കാരത്തിനെല്ലാം വില കൽപ്പിച്ചിരുന്നു. പറയുന്ന സമയത്ത് ഓർക്കുന്നത് മുൻഗാമികളിൽപ്പെട്ടൊരു പണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. അദ്ദേഹം ഇപ്പോൾ നമുക്കറിയാം, പഴയ കാലത്ത് അറേബ്യൻ ദേശത്തെല്ലാം നിരവധി വന്യജീവികളുണ്ടായിരുന്നു. ഈ പണ്ഡിതൻ, അദ്ദേഹം ഉൾക്കൊള്ളുന്നൊരു സംഘം, അവർ ഒരു യുദ്ധത്തിന് പോയി തിരിച്ചു വരുന്ന വഴിയിൽ ആ പണ്ഡിതൻ ആ സംഘത്തിലുണ്ടെങ്കിൽ ആ സൈന്യത്തിന് മുഴുവൻ അവർക്ക് ഒരു സുഖമുണ്ട്. കാരണം അയാൾ രാത്രി മുഴുവൻ നമസ്കരിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. രാത്രി അയാളെ ചുമതലപ്പെടുത്തി ബാക്കിയുള്ള ആളുകൾ ഉറങ്ങും. എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ അയാൾ മറ്റുള്ള ആളുകളെ വിളിച്ചുണർത്തും. ആ രൂപത്തിലായിരുന്നു. അങ്ങനെ ഒരിക്കൽ അവർ മുഴുവൻ ഉറങ്ങാൻ കിടന്ന് അദ്ദേഹം നമസ്കാരത്തിലേക്കും പ്രവേശിച്ച സമയത്ത് പെട്ടെന്ന് ഒരു സിംഹത്തിൻ്റെ മുരൾച്ച ആ ടെൻറ്റിന് സമീപം കേൾക്കുകയാണ്. ആ ശബ്ദം ഇങ്ങനെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഉറങ്ങാൻ കിടന്ന ആളുകളെല്ലാം വ്യത്യസ്ത ഭാഗത്തേക്കായിട്ട് ഓടി, അവർ പല ഭാഗത്തായിട്ട് ഒളിച്ചു. പക്ഷേ ആ പണ്ഡിതൻ നമസ്കാരത്തിൽ തന്നെ തുടരുകയാണ്. ആ സിംഹം ആ ടെൻറ്റിന് ചുറ്റും വലയം വെച്ച് അതൊരല്പം കഴിഞ്ഞപ്പോൾ അത് മറ്റെങ്ങോട്ടോ പോയി. ആളുകളെല്ലാം ആ രംഗം ശാന്താണെന്ന് കണ്ട് അവരെല്ലാം തിരിച്ചു വരികയാണ്. ആ സമയത്തും ആ പണ്ഡിതൻ നമസ്കാരത്തിലാണ്. നമസ്കാരം പൂർത്തിയാക്കിയ സമയത്ത് അവരത്ഭുതത്തോടു കൂടെ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഇതെല്ലാം കേട്ടില്ലേ? നിങ്ങൾ എന്തുകൊണ്ടാണ് നമസ്കാരത്തിൽ തന്നെ തുടർന്നത്? അപ്പോൾ അദ്ദേഹം നൽകുന്ന മറുപടി, ഇന്നീല അസ്തഹി മിനല്ലാഹി അൻ അഖാഫ് അഹദൻ സിവാ. അള്ളാഹ് സൃഷ്ടാവായിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ കൈകെട്ടി നിൽക്കുന്ന സമയത്ത് ഇതേ രൂപത്തിൽ ഒരു സൃഷ്ടിയെ ഭയപ്പെടാൻ ഞാൻ ലജ്ജിച്ചു എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, ആ ഒരു, അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹം ഉൾക്കൊണ്ട രൂപം നോക്കുക. ആ രൂപത്തിൽ അള്ളാഹിനെയും റസൂലിനെയും ഖുർആനെയും എല്ലാം ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്ന ആളുകളിൽ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ പിറകിലാണ്. അതുകൊണ്ടാണ് നമുക്കതിലെല്ലാം വലിയ അത്ഭുതങ്ങൾ തോന്നുന്നത്. ഏതായിരുന്നാലും നമ്മൾ ആ ചരിത്രത്തിലേക്ക് വരികയാണ്. അപ്പം അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിൽ ഉയരുന്ന ചോദ്യം, അപ്പോൾ ഇതുവരെ അമ്പെയ്ത ആ ശത്രു എവിടെ? അപ്പോൾ അയാൾ ഒരാളാ മാത്രമാണെന്നുള്ള ധാരണയിലാണ് അമ്പെയ്ത്ത് തുടങ്ങിയത്. അപ്പോൾ രണ്ടാമതൊരാൾ കൂടെ അവിടെ എഴുന്നേറ്റതോടുകൂടെ ഇനിയും നിരവധി ആളുകൾ ആ ഭാഗത്ത് ഉണ്ടാകും എന്നുള്ള ഭയം കാരണം അയാൾ ഉടനെ തന്നെ സ്ഥലം കാലിയാക്കുകയാണ്. അങ്ങനെ അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹത്തിന് വേണ്ട ചികിത്സയെല്ലാം നൽകി വീണ്ടും അദ്ദേഹം ഒരുപാട് കാലം ജീവിക്കുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് കാലത്ത് മുസൈലിമ അൽ കദ്ദാബ്, ആ ഒരു വ്യാജ പ്രവാചകനെതിരെ നടന്ന പ്രസിദ്ധമായിട്ടുള്ള യമാമ യുദ്ധം, ആ യമാമ യുദ്ധത്തിലാണ് അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഷഹീദാകുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ അവർ പിന്നീട് പറയുന്നുണ്ട്, അൻസാറുകളിൽപ്പെട്ട 3 ആളുകളുണ്ട്. അബ്ദുൽ അശൽ ഗോത്രക്കാരായിട്ടുള്ള അവരെപ്പോലെ സദ്ഗുണസമ്പന്നരായിട്ടുള്ള വേറൊരാളെ ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ട് 3 ആളുകൾ, ഒന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു, രണ്ടാമതായിട്ട് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു, മൂന്നാമതായിട്ട് ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു. നേരത്തെ നമ്മൾ പറഞ്ഞു. ഇതാണ് ആ ദാത്തുർ റിഖായിൽ നടന്ന രണ്ടാമത്തെ സംഭവം. അപ്പോൾ ഈ രൂപത്തിലാണ്, അതായത് ശത്രുക്കൾ പല സന്ദർഭങ്ങളിൽ അവർ ഒളിയാക്രമണത്തിലെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ സാഹചര്യത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിങ്ങൾക്ക് ആ സ്വലാത്തുൽ ഖൗഫ്, ആ ഭയത്തിൻ്റെ നമസ്കാരം ഈ ഒരു ഗസ്വയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. സ്വഹീഹുൽ ബുഖാരിയിൽ ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്, ആ ദാത്തുർ റിഖായിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളെയും കൂട്ടി ആ സ്വലാത്തുൽ ഖൗഫ് നിർവഹിച്ചു എന്നുള്ളതാണ്. അതായത് ഭയത്തിൻ്റെ നമസ്കാരം. അപ്പോൾ യുദ്ധരംഗത്തെല്ലാം
ഒരു വിഭാഗം, ഒരു സെക്ഷൻ ആളുകൾ നമസ്കരിക്കും, അതേസമയം പിറകിലുള്ള ആളുകൾ അവർ ജാഗ്രതയോടുകൂടെ അത് വീക്ഷിക്കും. ആ രൂപത്തിൽ പിന്നീട് അവരാ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കും. ആ രൂപത്തിലാണ് നമസ്കാരം നിർവഹിക്കുക. അപ്പോൾ ഈ സ്വലാത്തുൽ ഖൗഫ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദാത്തു റിഖായിലാണ് നൽകുന്നത്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തു നിസാഇൻ്റെ 102-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സ്വലാത്തുൽ ഖൗഫിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ആയത്ത് നിങ്ങൾ പരിശോധിക്കുക. നേരത്തെ നമ്മൾ സ്വലാത്തുൽ ഖൗഫിനെ സംബന്ധിച്ച് മറ്റേതൊരു എപ്പിസോഡിൽ നമ്മൾ സൂചിപ്പിച്ചുകൊണ്ട് തന്നെ കൂടുതൽ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഈ രൂപത്തിലായിട്ട് ചില ദിവസങ്ങൾ ഒരല്പ ദിവസം അവിടെ തങ്ങിയതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും അവർ അവിടെ നിന്നും ആ മദീനയിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. അങ്ങനെ അവർ ആ രാത്രി സമയത്ത് അവർ തിരിച്ചു പോകുന്ന സമയത്താണ് ആ ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവുമായിട്ട് ബന്ധപ്പെട്ട ആ സംഭവം അരങ്ങേറുന്നത്. നിരവധി പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന മനോഹരമായിട്ടുള്ള സംഭവം. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗത്ത് വിശദീകരിക്കാമെന്നാണ് കരുതുന്നത്. കാരണം അത് ഒരല്പം വിശദമായിട്ട് തന്നെ പ്രതിപാദിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗത്ത് നമ്മളത് കവർ ചെയ്യുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം ആഴത്തിൽ പഠിക്കാനും അത് കഴിയുന്നത്ര ജീവിതത്തിൽ പകർത്താനും നാളെ അവരോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒരുമിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.